കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവേട്ടന്റെ മുറിയിലും ആ മനസ്സിലും എന്റെ മുഖാണല്ലോ നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്റെ മനസ്സിലും ദേവേട്ടന്റെ മുഖം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ മറ്റൊരാളുടെ രൂപത്തിലൊരു മതിൽ കെട്ടിയിരിക്കുന്നത് എന്തിനാ? ഞാൻ എന്തൊക്കെയാ പറയണേ? ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പാടില്ല. ഇതെന്റെ അനിയത്തിയുടെ ജീവിതം. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. വന്ന കാര്യം ചെയ്തിട്ട് ഇവിടുന്ന് എത്രയും വേഗം പോണം. ഫോണുണ്ട്. എൻ്റെ ഫോൺ ഞാൻ എവിടെയാണ് വെച്ചത്? റൂമിലാണ് വെച്ചെന്ന് തോന്നുന്നു.
അയ്യോ, ദേവൻ ചേട്ടൻ പറയുന്നുണ്ടല്ലോ, ചേച്ചിയോട് പറയണം. ഞാൻ എന്തിനാ പറയുന്നേ? ആരോടും സത്യം തുറന്ന് പറയരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. എന്നോട് ക്ഷമിക്കണേ ചേച്ചി. ചേച്ചി, ചേച്ചിയുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത്. എന്നാലാവുന്നത് ഞാൻ ചെയ്യും. അതിന്റെ പേരിൽ എന്തനുഭവിക്കേണ്ടി വന്നാലും സാരില്ല. എന്റെ ചേച്ചി എനിക്ക് വലുത്. എന്റെ ചേച്ചിക്ക് ദേവൻ ചേട്ടനെ കിട്ടണം. മാധവ, ഫോൺ ഞാൻ എവിടെയാ വെച്ചത്? ദേവേട്ടന്റെ മനസ്സിൽ മാത്രമല്ല, ഓരോ അണുവിലും ഞാനാ നിറഞ്ഞിരിക്കുന്നത്. ഇനി തട്ടുമായിട്ടിരുന്നത് ഞാനല്ലെന്ന് മനസ്സിലായ ദേവേട്ടൻ തകർന്നു പോവില്ലേ? വല്ല കടുങ്കയും ചെയ്താലോ? നടക്കാൻ പാടില്ലാത്ത വല്ലതും നടന്ന ശ്രീയുടെ ജീവിതം തകർന്നു പോവും. അച്ഛനത് സഹിക്കാനും പറ്റില്ല. ഞാൻ പിടിച്ചു. ഇന്നലെ തൊട്ട് നിന്റെ തട്ടം എങ്ങനെയൊന്ന് മാറ്റുക, നിന്റെ മുഖം എങ്ങനെയൊന്ന് കാണാന്ന് ആലോചിച്ച് നടക്കായിരുന്നു ഞാൻ. എന്നിട്ട് നീ അത് മാറ്റിയില്ല, ഇന്നോട്ട് സമ്മതിച്ചില്ല. ഇപ്പൊ ഏതായാലും തട്ടമില്ലാതെ ആളെ കിട്ടി. ഒരുപക്ഷെ നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കല്യാണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കില്ലായിരുന്നു. ആദ്യത്തെ കാഴ്ച തന്നെ നീ എന്റെ മനസ്സിൽ കയറി കൂടിയതാ പെണ്ണെ. എത്ര നാള് ഞാൻ നിന്റെ പുറകെ നടന്നു. എന്റെ ഭാഗ്യം കൊണ്ട് മാത്ര നിന്നെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത്. ഇനി എല്ലാ ജന്മത്തിലും നീ എന്റെ ഭാര്യയാവണം, എന്റെ കൂടെ ഉണ്ടാവണം. മന്ദാരമേ, നിന്നോട് ഞാൻ മിണ്ടാതെ മിണ്ടിയില്ലേ? എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ, അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കുടിവച്ചേ. നിറച്ചേ
അപ്പൊ എന്റെ സുഗന്ധം ഇവിടെ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ നീ വന്നില്ലായിരുന്നല്ലേ? എന്നാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിന്റെ ആയിരിക്കും ഇവിടെ മുഴുവൻ ഈ സുഗന്ധം. മാധവ, നീ എവിടെ പോയി കിടക്കായിരുന്നു? അവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? ബാത്റൂമിൽ പോയതായിരുന്നു ചേച്ചി. എന്തു പറ്റിയ ചേച്ചി? എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കുന്ന? നീ അങ്ങോട്ട് പോയ നേരത്തെ ദേവിയുടെ മുറിയിലേക്ക് വന്നു. ആണോ ചേച്ചി? എന്നിട്ട് ദേവേണം കണ്ടായിരുന്നോ? ചേച്ചിയോട് എന്തു പറഞ്ഞു? എടാ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നേ? എന്നുവെച്ചാ നീ മനഃപൂർവ്വം അവിടെ നിന്ന് മാറിയതല്ലേടാ? ദേവേട്ട് മരുന്ന് കാര്യം നിനക്ക് അറിയായിരുന്നല്ലേ? അങ്ങനെ മുഖത്ത് നോക്കി ചോദിച്ചാ ഞാൻ എങ്ങനെ എന്നെ വൈദ്യേശിച്ചിട്ട് കള്ളം പറയാ? അയ്യോ, എന്തിനാ നീ ഇങ്ങനെ വേണ്ടതീനം കാണിക്കുന്നേ? ദേവേട്ടൻ എങ്ങനെ എന്നെ കണ്ടിരുന്നെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയെന്ന് നിനക്കറിയില്ലായിരുന്നോ? നീ എനിക്ക് സത്യം ചെയ്ത് തന്നിട്ടുണ്ട്, നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വൈദേഹി ചേച്ചി, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ ശ്രീരാമചന്ദ്രന്റെ ലീലകളായിരിക്കും. അതാ ഇങ്ങനെയൊക്കെ നടക്കുന്നേ. വിട്ടുകളാ. എന്ത് ചെയ്താലും ദേവൻ ചേട്ടൻ ചേച്ചിയെ കാണണമെന്ന് ചേച്ചിയുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് നിർത്തിയാലും നിൽക്കാൻ പോകുന്നില്ല. വാ പോവാ. നീ ഒന്നും ചെയ്യാതിരുന്നാ മതി. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാനെല്ലാം നോക്കിക്കോളാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. നമുക്ക് വേഗം വീട്ടിൽ പോവാം. അന്നേ മോളെ വൈദേഹി, ശ്രേയ ഒരുക്കി കഴിഞ്ഞ മോളെ? ഇല്ലമ്മേ, ഇത്രയും നേരം മുറി ഒരുക്കായിരുന്നു. മുറി അലക്കരിക്കാൻ ഞാൻ ഊർമിളയോടാണല്ലോ പറഞ്ഞത്. അവളത് നിന്നെ ഏൽപ്പിച്ചോ? സാരമില്ല, മോള് വേഗം ചെന്ന് അനിയത്തെ ഒരുക്കാൻ നോക്ക്. മുഹൂർത്തത്തിനധികം നേരമില്ല. മോളില് മുറിയിലുണ്ട് അവള്. ചെല്ല, വേഗം ചെല്ല. അമ്മേ, അതോ ഒരുക്കി വെച്ചില്ലേ? മനസ്സിലായില്ലേ ചേച്ചി? നമ്മുടെ ഒന്നുമില്ല, എല്ലാ രാമന്റെ ലീലകളാ. ചേച്ചി വാ. കാണാൻ എങ്ങനെയുണ്ട് ചേച്ചി? സുന്ദരിയായിട്ടുണ്ട്. മോക്കിനി ആരുടെയും കണ്ണു തട്ടാതിരുന്നാ മതി. ഇനിയിപ്പൊ എന്റെ കണ്ണ് തന്നെ കിട്ടുമല്ലോ. സൗന്ദര്യമൊക്കെ അവിടെ നിക്കട്ടെ വൈദേച്ചി. എന്നിങ്ങനെ കാണുമ്പോ ദേവേട്ടന് ഇഷ്ടാകുമായിരിക്കും അല്ലേ? ഇഷ്ടാവോ? ഒരുപക്ഷെ നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കില്ലായിരുന്നു. ആദ്യത്തെ കാഴ്ച തന്നെ നീ എന്റെ മനസ്സിൽ കയറി കൂടിയതാ. പിന്നെ എത്ര നാള് ഞാൻ നിന്റെ പുറകെ നടന്നു. എന്റെ ഭാഗ്യം കൊണ്ട് മാത്ര നിന്നെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത്. ഇനി എല്ലാ ജന്മത്തിലും നീ എന്റെ ഭാര്യയാവണം, എന്റെ കൂടെ ഉണ്ടാവണം. വൈദേഹിച്ചൊന്നും പറയാത്ത എന്നെങ്ങനെ കാണുമ്പോ ദേവേട്ടന് ഇഷ്ടപ്പെടുവായിരിക്കുമല്ലോ അല്ലേ? ഇഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു ചേച്ചി? ചേച്ചിയുടെ തട്ടം മാറ്റിയ ഉടനെ ചേട്ടൻ ചിലപ്പോ തലകറങ്ങി വീഴും. അതായത് ചേച്ചി കാണാൻ ഇപ്പൊ അത്രക്ക് സുന്ദരിയാണല്ലോ. ദേവേട്ടന് ഇപ്പഴല്ലല്ലോ ഇഷ്ടപ്പെട്ടെ. ശ്രീ എന്ന പേരിനോട് ദേവേട്ടന് എന്നോ തോന്നിയ ഇഷ്ടായത്. മോളെ വൈദേഹി, അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞല്ലോ? അതൊക്കെ കഴിഞ്ഞമ്മേ. കൊട്ടാരം വീട്ടിലെ
മരുമകളെ അണിയിക്കാനുള്ള ആഭരണങ്ങളാ ഇതൊക്കെ. ഇതെല്ലാം അണിയിച്ച് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്. പിടിച്ചോളൂ. തന്നോളൂ. എന്താ ഈശ്വര ഇത്? ഇത്രയേറെ ആഭരണങ്ങളോ? ജ്വല്ലറി ഷോപ്പിന്റെ ആഡില് മാത്രമേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാ നേരിട്ട് കാണുന്ന. ചേച്ചി നോക്കിക്ക, എന്തൊരു ഭംഗിയാ. എനിക്ക് ശരിക്കും ലോട്ടറി അടിച്ചിരിക്ക. എന്റെ ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേച്ചി അലങ്കരിക്കാൻ കൊണ്ടുവന്ന സ്വർണങ്ങളാ. ചേച്ചി മിണ്ടാത്തോണ്ടാ ഇതെല്ലാം ചേച്ചിക്ക് കിട്ടാതെ പോകുന്നത്. ഇതെല്ലാം പോയാലും സാരമില്ല, ദേവേട്ടനെ ചേച്ചിക്ക് കിട്ടിയാ മതി. അത് ശരി, എന്റെ ഫോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാനേ ഇതിലെങ്ങനെ ഇന്ദു, ഞാനേ ഈ കുറച്ച് ഇങ്ങനെ ഓരോന്ന് ആദ്യ രാത്രി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ദേവചേട്ടൻ ഇങ്ങനെ കണ്ണ് കാണാതെ നടക്കുവാണല്ലോ. ഒന്ന് പോടാ, ചുമ്മാ വായിട്ടടിക്കാതെ. കണ്ടില്ലേ ഇന്ദു ഇവൻ എന്നെ കിടന്ന് കളിയാക്കുന്നത്? ഒരു കല്യാണം കഴിക്കടാന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോഴൊക്കെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ കരയിച്ചിട്ട് ഇപ്പം ദേ കണ്ടില്ലേ, പാട്ടും കൂത്തും ചൂളംവിളിയും. ഒന്ന് വിടന്റെ പൊന്നെന്തു, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. വിട് വിട് വിട്, കല്യാണം കഴിച്ച് ഭാര്യയുള്ളൊരു വലിയ മനുഷ്യനാ. വിട് 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 വിട്. അയ്യോ, എന്റെ ചെവി വേദനിക്കുന്നു. ഒന്ന് വിട് വിട്. പഠിക്കുമല്ല. ഒരിക്കലും നടക്കാത്ത ആദ്യരാത്രിക്ക് ഇത്രയും ആട്ടവും പാട്ടും ഒക്കെ ആവശ്യമാണ് ഓർമ്മളെ? ഓർമ്മളെ, ഇന്നീ ആദ്യരാത്രി നടക്കില്ലല്ലോ അല്ലേ? ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ഇന്ന് മാത്രമല്ല ചെറിയമ്മേ, ഇനി ഈ വാക്ക് കേട്ടാൽ തന്നെ ദേവൻ 100 മൈൽ അകലേക്ക് ഓടും. അങ്ങനെയാണ് എന്റെ പ്ലാൻ. എന്താ പ്ലാൻ ചെയ്യുന്നത്? എല്ലാം നേരത്തെ അറിഞ്ഞാ പിന്നെ കഥ കാണുമ്പോ ഒരു രസം ഉണ്ടാവില്ല. പയ്യെ പയ്യെ ഓരോന്നായിട്ട് അറിയുമ്പോഴാണ് സുഖം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞയച്ചൂടെ? എത്ര നേരാന്ന് വെച്ചാ ഞാൻ വെയിറ്റ് ചെയ്യാ.
ആ ഇങ്ങോട്ടൊന്ന് നോക്കിയ മോളെ, പാലും ഗ്ലാസ്സുമായിട്ട് അകത്തോട്ട് പോയാ പോരാ. 9 മാസം കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞുവാവെ ഇങ്ങ് തരണം. നാണമൊക്കെ മുറിക്ക് പുറത്തു വെച്ചിട്ട് അകത്തേക്ക് പോവാൻ നോക്ക്. ചെല്ലു മോളെ. പറഞ്ഞത് മറക്കണ്ടാട്ടോ. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ. എന്താ ശ്രേയ അവിടെ തന്നെ നിന്ന് കളഞ്ഞു? വന്നോളൂ. കല്യാണ പന്തലി വെച്ച ഒരു അക്ഷരം പോലും എന്നോട് മിണ്ടിയില്ല. ഇനി നമ്മുടെ ആദ്യരാത്രിയിലും എന്നോടൊന്നും മിണ്ടില്ല എന്നാണോ?